നമസ്തേ, പ്രവാസ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ വിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യും. ഇഡി നീക്കം അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ചൊവ്വാഴ്ച ബംഗളൂരുവിൽ എത്താൻ ബിനീഷിന് നിർദ്ദേശം. സ്വർണ്ണക്കടത്തിൽ കാരാട്ട് ഫൈസലിന്റെ പങ്കാളിത്തം ആവർത്തിച്ച KT റമീസ്. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് വി മുരളീധരൻ. സംസ്ഥാനത്ത് 7834 പേർക്ക് കൂടി കൊറോണ. സമ്പർക്കത്തിലൂടെ മാത്രം 6850 പേർക്ക് വൈറസ് ബാധ. ഇന്ന് സ്ഥിരീകരിച്ചത് 22 മരണം. കൊറോണയെ നേരിടുന്നതിൽ ജാഗ്രത കുറവ് സമ്മതിച്ച മുഖ്യമന്ത്രി. സൗദി അറേബ്യയിൽ 419 പേർക്ക് കൂടി കൊറോണ. ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് കൂടുതൽ ഇളവുകൾ. ജാതി ലിംഗ വിവേചനത്തിൽ മനം നൊന്ത് നർത്തകൻ RLV രാമകൃഷ്ണൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അമിതമായി ഉറക്കഗുളിക കഴിച്ച നിലയിൽ കണ്ടെത്തിയത് നൃത്തവിദ്യാലയത്തിൽ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാമകൃഷ്ണന്റെ നില തൃപ്തികരം. ആത്മഹത്യാശ്രമം. സംഗീത നാടക അക്കാദമി നൃത്തം അവതരിപ്പിക്കുവാൻ അവസരം നിഷേധിച്ചതിന് പിന്നാലെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് KPAC ലളിത. ഹാത്രസ് കേസ് CBI അന്വേഷിക്കും. കേസ് CBIക്ക് കൈമാറിയെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നോയിഡയിൽ സ്മൃതി ഇറാനിയെ കയ്യേറ്റം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. കേന്ദ്രമന്ത്രിയുടെ വാഹനം തടഞ്ഞുവെച്ചു. പ്രിയങ്കയും രാഹുലും ഹത്രസിൽ. രാജ്യത്തിന് അഭിമാനമായി അടൽ തുരങ്കപാത. മണാലിയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐതിഹാസിക ദിനമെന്ന് പ്രധാനമന്ത്രി. ലോകത്തെ ഏറ്റവും നീളമേറിയ ദേശീയപാത തുരങ്കം ഹിമാലയത്തിന്റെ പിർ പഞ്ചാൽ മേഖലയിൽ. രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ നടപടിയെടുക്കുന്നതിൽ പോലീസിൽ ആശയക്കുഴപ്പം. ഫോണുകൾ ആരുപയോഗിക്കുന്നു എന്ന് കണ്ടെത്തണം എന്ന പരാതിയിൽ നിയമോപദേശം തേടി. കേസ് രജിസ്റ്റർ ചെയ്യാതെ വിവരങ്ങൾ മൊബൈൽ ദാതാക്കൾ നൽകില്ലെന്ന് പോലീസ്. ലൈഫ് മിഷനിൽ കരാർ തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലെന്ന് ചെന്നിത്തല. IPL-ൽ കൊൽക്കത്ത ഡൽഹി മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. കൊൽക്കത്തയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റുകൾ നഷ്ടമായി. ബംഗളൂരുവിന് 3ാം ജയം. രാജസ്ഥാനെ തകർത്തത് 8 വിക്കറ്റിന്. UAE-യിൽ പ്രതിദിന കൊറോണ കേസുകൾ ഏറ്റവും ഉയർന്ന തോതിലെത്തി. 24 മണിക്കൂറിനിടെ 1231 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണം 426 ആയി. 24 മണിക്കൂറിനിടെ UAE-യിൽ 1231 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതാദ്യമായാണ് UAE-യിൽ ഒരു ദിവസം ഇത്രയധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. പുതുതായി 1,17,812 പേർക്ക് കൂടി പരിശോധന നടത്തിയപ്പോഴാണ് 1231 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. തുടർച്ചയായ 4ാം ദിവസമാണ് രാജ്യത്ത് 1000-ലേറെ രോഗികൾ. വെള്ളിയാഴ്ച 1181, വ്യാഴാഴ്ച 1158, ബുധനാഴ്ച 1100 എന്നിങ്ങനെയായിരുന്നു രോഗികളുടെ എണ്ണം. രോഗബാധിതരായ 2 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിക്കുകയും 1051 പേർ രോഗമുക്തരാവുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരായവരുടെ എണ്ണം 97,760 ആയി. രോഗം ഭേദമായി ആശുപത്രി വിട്ടവർ 87,122 പേരാണ്. ആകെ മരണം 426. നിലവിൽ ചികിത്സയിലുള്ളവർ 10,212. UAE-യിൽ ഇതുവരെ 99 ലക്ഷത്തിലേറെ പേർക്ക് രോഗപരിശോധന നടത്തിയതായി അധികൃതർ പറഞ്ഞു. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനം, ദുബായ്. സൗദിയിലെ ജിസാൻ പ്രവിശ്യയിലെ വിവിധ കൊറോണ ചികിത്സാ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളികളടക്കമുള്ള 350 ഇന്ത്യക്കാരായ ആരോഗ്യ പ്രവർത്തകരെ ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ആദരിച്ചു. വെർച്വലായി നടന്ന ചടങ്ങിൽ ജിസാനിലെ ഡോക്ടർമാരും നഴ്സുമാരുമടക്കം ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിലെ വിവിധ കൊറോണ ചികിത്സാ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളികളടക്കമുള്ള 350 ഇന്ത്യക്കാരായ ആരോഗ്യ പ്രവർത്തകരെ ജിസാൻ ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ആദരിച്ചു.
ജിസാനിലെ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്ത വെർച്വൽ ചടങ്ങിൽ പ്രശസ്ത ആരോഗ്യ വിദഗ്ധനും സംസ്ഥാന കൊറോണ വിദഗ്ധ സമിതി അധ്യക്ഷനുമായ ഡോക്ടർ ബി ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു. പൊതുജനാരോഗ്യ വിദഗ്ധനും ലോക കേരള സഭാംഗവുമായ ഡോക്ടർ മുബാറക് സാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജിസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രി ഡയറക്ടറും റോയൽ ഫിസിഷ്യനുമായ ഡോക്ടർ ഷെയ്ഖ് റഹീൽ ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകനും ജലരക്ഷാധികാരിയുമായ താഹ കൊല്ലത്ത് ആരോഗ്യ പ്രവർത്തകരെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. പ്രവിശ്യയിലെ വിവിധ ആശുപത്രികളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന ലളിതമായ ചടങ്ങുകളിൽ വെച്ച് പ്രശംസാ പത്രങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറുമെന്ന് ജനറൽ സെക്രട്ടറി ബെന്നിയൂർ ദേവൻ അറിയിച്ചു. കനകലാൽ, ജനം, റിയാദ്. ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് വരുന്നവർ കൊറോണ PCR പരിശോധന നിർബന്ധമാണ് എന്ന നിബന്ധന തുടരും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം ദുബായ് ദുരന്ത നിവാരണ സുപ്രീം കമ്മിറ്റിയാണ് സുരക്ഷാ മുൻകരുതലുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചത്. ദുബായിലേക്ക് വരികയും ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്ന സ്വദേശികൾ, താമസ വിസക്കാർ, ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവർക്ക് ഗുണകരമാകുന്നതാണ് ദുരന്ത നിവാരണ സുപ്രീം കമ്മിറ്റി തലവൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച പുതിയ തീരുമാനങ്ങൾ. വിദേശത്തുള്ള UAE സ്വദേശികൾക്ക് ആ രാജ്യം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ദുബായിലേക്ക് തിരിച്ചു വരാൻ PCR പരിശോധന ആവശ്യമില്ല. എന്നാൽ ദുബായിലെത്തിയാൽ PCR പരിശോധന നിർബന്ധമാണ്. ചില രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് PCR പരിശോധന നടത്തണം. സ്വദേശികൾ, താമസ വിസക്കാർ, വിനോദസഞ്ചാരികൾ എന്നിവർ ദുബായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ പോകുന്ന രാജ്യം ആവശ്യപ്പെട്ടാൽ മാത്രം കൊറോണ പരിശോധനാ ഫലം കയ്യിൽ കരുതുക. പ്രാദേശിക, ഗൾഫ്, രാജ്യാന്തര സ്ഥിതിവിശേഷങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ദുരന്ത നിവാരണ കമ്മിറ്റി പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് വ്യക്തമാക്കി. ജനം, ദുബായ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചാരിറ്റി ഓഫ് പ്രവാസി മലയാളിയും ക്ഷമ സ്ത്രീ കൂട്ടായ്മയും ഒത്തുചേർന്ന് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 117ാം ജന്മവാർഷിക ദിനവും ആഘോഷിച്ചു. പ്രസിഡന്റ് അയൂബ് കരൂപ്പടന്ന അധ്യക്ഷത വഹിച്ചു. ജയൻ കൊടുങ്ങല്ലൂർ ഗാന്ധി സന്ദേശം നൽകി. തസ്നീം റിയാസ്, കുഞ്ചു സി നായർ, ഷമി ജലീൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചാരിറ്റി ഓഫ് പ്രവാസി മലയാളിയും ക്ഷമ സ്ത്രീ കൂട്ടായ്മയും ഒത്തുചേർന്ന് ഗാന്ധി സ്മൃതി റിയാദിൽ സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 117ാം ജന്മദിനവും ചടങ്ങിൽ അനുസ്മരിച്ചു. പ്രസിഡന്റ് അയൂബ് കരുപ്പടന്ന അധ്യക്ഷത വഹിച്ചു. ജയൻ കൊടുങ്ങല്ലൂർ ഗാന്ധി സന്ദേശം നൽകി. തസ്നീം റിയാസ്, കുഞ്ചു സി നായർ, ഷമി ജലീൽ എന്നിവരും മറ്റ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, റിയാദ്. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം UAEയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ട് വളർത്തുന്ന പദ്ധതി, രക്തദാന ക്യാമ്പ്, കലാസാംസ്കാരിക സെമിനാറുകൾ തുടങ്ങിയവ നടന്നു. വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്ന പദ്ധതി, രക്തദാന ക്യാമ്പ്, കുട്ടികളിൽ രാഷ്ട്രബോധം വളർത്തുന്ന കലാസാംസ്കാരിക സെമിനാറുകൾ എന്നിവ ഒരുക്കിയാണ് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം UAE മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഷാർജ, അജ്മാൻ ചാപ്റ്ററുകൾ, എമിറേറ്റുകളുടെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഷാർജയിൽ സേവ സീനിയർ മാനേജറും UAEയുടെ മാർസ് മിഷൻ ചീഫ് ഓഫീസറുമായ ആദിൽ അൽമാസേം ആദ്യ ചെടി നട്ടുകൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. 151 ചെടികളാണ് ഷാർജയിൽ നട്ടത്. IPF അലൈൻ ചാപ്റ്റർ രക്തദാന ക്യാമ്പ് നടത്തി വ്യത്യസ്തത പുലർത്തി. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചുകൊണ്ട് ദുബായ്, റാസൽ ഖൈമ, അബുദാബി, ഉമ്മൽഗോയിൻ ചാപ്റ്ററുകൾ ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി. ജനം, ദുബായ്. ഗാന്ധി ജയന്തി ദിനത്തിൽ അന്തരിച്ച അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് OICC കുവൈറ്റ് സാൽമിയ ഏരിയ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ BS പിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബിനു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിടവാങ്ങിയ അമീറിനെ അനുസ്മരിച്ച് ആരംഭിച്ച പരിപാടി വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയോടുള്ള ആദരസൂചകമായി ഒക്ടോബർ 4 ഇന്ത്യ പ്രഖ്യാപിച്ച ദേശീയ ദുഃഖാചരണത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും പങ്കെടുക്കും.
നിശ്ചയിച്ചിരുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. ദേശീയ പതാക താഴ്ത്തിക്കെട്ടും. രാവിലെ 11-ന് 2 മിനിറ്റ് നേരം ഉദ്യോഗസ്ഥർ മൗനം ആചരിക്കും. കുവൈറ്റിലെ സന്നദ്ധ സംഘടനകളും ഇന്ത്യൻ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും മൗന ആചരണത്തിൽ പങ്കുചേരും. കുവൈറ്റിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും രാവിലെ 11 മണിക്ക് 2 മിനിറ്റ് നേരം മൗനം ആചരിക്കണമെന്നും എംബസി വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. മയക്കുമരുന്ന് റാക്കറ്റിലെ അനൂപ് മുഹമ്മദ് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന ED ബംഗളൂരു യൂണിറ്റാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുക. ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ബംഗളൂരു ഓഫീസിലെത്തുവാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ അനൂപ് മുഹമ്മദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു യൂണിറ്റാണ് ബിനീഷിനെ ചോദ്യം ചെയ്യുക. ED അന്വേഷണ സംഘം ജയിലിലെത്തി മയക്കുമരുന്ന് കടത്ത് കേസ് പ്രതികളായ അനൂപ് മുഹമ്മദ്, റിജേഷ് രവീന്ദ്രൻ, അനിക എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. മയക്കുമരുന്ന് റാക്കറ്റിന്റെ കള്ളപ്പണ ഹവാല ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. ബിനീഷ് കോടിയേരിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി അനൂപ് EDക്കും മൊഴി നൽകി. ഒപ്പം ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും NCBക്കും എൻഫോഴ്സ്മെന്റിനും ലഭിച്ചിരുന്നു. സ്വപ്ന സുരേഷ് ബംഗളൂരിലേക്ക് രക്ഷപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസവും ബിനീഷും അനൂപും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് കൊച്ചിയിൽ 10 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ബിനീഷിന്റെ സ്വത്ത് വിവരങ്ങൾ ലഭിച്ച ശേഷം ED കൊച്ചി യൂണിറ്റും ഇയാളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൂടി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെ ചോദ്യം ചെയ്യുന്നതോടെ പാർട്ടിയും സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകും. ജനം, കൊച്ചി. സ്വർണ്ണക്കടത്തിൽ കാരാട്ട് ഫൈസലിന്റെ പങ്കാളിത്തം ആവർത്തിച്ച് KT റമീസ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കസ്റ്റംസും എൻഫോഴ്സ്മെന്റും നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കാരാട്ട് ഫൈസലിന്റെ പങ്കാളിത്തം റമീസ് ആവർത്തിച്ച് വെളിപ്പെടുത്തിയത്. കള്ളക്കടത്ത് സ്വർണമെത്തിയാൽ വ്യാജപ്പേരിൽ വാട്സാപ്പ് കോളുകളിൽ അപരിചിതർ ബന്ധപ്പെട്ടിരുന്നുവെന്നോ മറ്റൊരു പ്രതി KA ജലാൽ മൊഴി നൽകി. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത് താൽക്കാലികമായി വിട്ടയച്ച ഇടതുമുന്നണി കൗൺസിലർ കാരാട്ട് ഫൈസലിനുമേൽ കുരുക്കുമുറുക്കി വീണ്ടും KT റമീസിന്റെ മൊഴി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ചോദ്യം ചെയ്തപ്പോഴാണ് കാരാട്ട് ഫൈസലിനെതിരെ മുമ്പ് നൽകിയ മൊഴി KT റമീസ് ആവർത്തിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിയൂർ അതിസുരക്ഷാ ജയിലിൽ കൊച്ചി NIA കോടതിയുടെ പ്രത്യേക അനുമതിയോടെ KT റമീസിനെയും AM ജലാലിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിലും KT റമീസ് നേരത്തെ NIAയ്ക്കും കസ്റ്റംസിനും നൽകിയ മൊഴികൾ ആവർത്തിച്ചു. കാരാട്ട് ഫൈസൽ ഉൾപ്പെടെയുള്ള ഉന്നതരെ സംശയ നിഴലിലാക്കുന്ന മൊഴിയാണ് ജലാലും നൽകിയിട്ടുള്ളത്. 10 കിലോ സ്വർണമാണ് തന്റെ കൈവശം എത്തിയതെന്നും ഇതിൽ 8 കിലോയും മറ്റു ചിലർക്ക് കൈമാറിയെന്നുമാണ് ജലാൽ കസ്റ്റംസിനും EDക്കും നൽകിയിട്ടുള്ള മൊഴി. അപരിചിതരായ ചിലർ വ്യാജ പേരുകളിൽ വാട്സാപ്പ് കോളിൽ ബന്ധപ്പെട്ടാണ് ഇടപാടുകൾ നടന്നിരുന്നതെന്നും ഇത്തരത്തിൽ വിളിച്ചവരെ തനിക്കറിയില്ലെന്നും ജലാൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായിരുന്ന ഉന്നതരാണ് രഹസ്യ ഇടപാടുകളുടെ പിന്നിലെന്നാണ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ച സൂചന. KT റമീസ് കൂടുതലൊന്നും വെളിപ്പെടുത്താതെ നേരത്തെ നൽകിയ മൊഴികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഡീറ്റെയിൽ തെളിവുകൾ സിഡാക്കിൽ നിന്ന് ലഭിച്ച ശേഷം മതി തുടർ ചോദ്യം ചെയ്യലെന്നാണ് എൻഫോഴ്സ്മെന്റ് തീരുമാനം. നേരത്തെ NIA പരിശോധിച്ച മുഖ്യപ്രതികളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വിവരങ്ങൾ EDയും വിശദമായി പരിശോധിക്കും. ഇതോടൊപ്പം NIA അറസ്റ്റ് ചെയ്ത കൂടുതൽ പ്രതികളെ കസ്റ്റംസും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. KT റമീസിന്റെയും ജലാലിന്റെയും ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായത്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കസ്റ്റംസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ KT റമീസ് ആവർത്തിച്ച മൊഴികൾക്ക് കൂടി മറുപടി പറയേണ്ടി വരും കാരാട്ട് ഫൈസൽ. ഒപ്പം NIAയും എൻഫോഴ്സ്മെന്റും ഇയാളെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത കൊടുവള്ളി നഗരസഭാ കൗൺസിലർ കാരാട്ട് ഫൈസലിന് അഭിവാദ്യമർപ്പിച്ച് കൊടുവള്ളിയിൽ സ്ഥാപിച്ച ബോർഡുകൾ അപ്രത്യക്ഷമായി. കിങ് ഈസ് ബാക്ക് എന്ന പേരിലായിരുന്നു ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. ഫൈസലിന് സ്വീകരണമൊരുക്കുവാൻ ഒരു വിഭാഗം തീരുമാനിച്ചിരുന്നുവെങ്കിലും അതും ഉപേക്ഷിച്ചു. മണിക്കൂറുകൾ നീണ്ട കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചെത്തിയ കാരാട്ട് ഫൈസലിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചായിരുന്നു ബോർഡ് സ്ഥാപിച്ചത്. ഫൈസലിന്റെ അടുപ്പക്കാർ സമൂഹ മാധ്യമങ്ങൾ വഴിയും അഭിവാദ്യ പോസ്റ്റർ പ്രചരിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ഇക്കാര്യം അന്വേഷിച്ച് എത്തിയപ്പോഴേക്കും ബോർഡുകൾ എടുത്തുമാറ്റി. ഫൈസലിനെതിരായ രാഷ്ട്രീയ നീക്കമാണ് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലെന്ന ആരോപണമുയർത്തുകയായിരുന്നു ഫൈസലിനുള്ള സ്വീകരണ പരിപാടിയുടെ ലക്ഷ്യം. പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ള ഒരാൾക്ക് സ്വീകരണം നൽകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാകുമെന്ന് കണ്ടതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കസ്റ്റംസ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഫൈസലിന്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഫൈസൽ സ്ഥലത്തിലെന്ന മറുപടിയാണ് അടുപ്പക്കാർ നൽകുന്നത്. ഫൈസലിന് നിക്ഷേപമുള്ള കൊടുവള്ളിയിലെയും പരിസരങ്ങളിലെയും ജ്വല്ലറികൾ, ആശുപത്രികൾ എന്നിവയിലേക്ക് കസ്റ്റംസ് അന്വേഷണം നീളുന്നുവെന്നാണ് വിവരം. ഈ മാസം 14-ന് വീണ്ടും ഹാജരാകാൻ ഫൈസലിനോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് 7834 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതിൽ 6850 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ.
648 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എന്നാൽ രോഗബാധിതരായ 4476 പേർ സുഖം പ്രാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 7834 പേർക്കാണ് കൊറോണ പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.35%. തിരുവനന്തപുരം 1049, മലപ്പുറം 973, കോഴിക്കോട് 941, എറണാകുളം 925, തൃശൂർ 778, ആലപ്പുഴ 633, കൊല്ലം 534, പാലക്കാട് 496, കണ്ണൂർ 423, കോട്ടയം 342, പത്തനംതിട്ട 296, കാസർഗോഡ് 257, ഇടുക്കി 106, വയനാട് 81 എന്നിങ്ങനെയാണ് രോഗം പിടിപെട്ടവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 22 മരണങ്ങളാണ് ഔദ്യോഗികമായി ഇന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 813 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 187 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 6850 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 648 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 95 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗബാധിതരായി. ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണ് ഇന്നത്തേത്. 4476 പേരാണ് ഇന്ന് കൊറോണയിൽ നിന്നും മുക്തി നേടിയത്. ഇതോടെ 80,818 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇതുവരെ 1,39,620 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,51,256 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 32 പ്രദേശങ്ങളെ കൂടി പുതുതായി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 724 ജനം, തിരുവനന്തപുരം. പ്രവാസി നേരം പൂർണ്ണമാകുകയാണ്.